ഹലോ. സോ ജർമ്മനിയിൽ സമ്മർ തുടങ്ങി. അപ്പോൾ നമ്മളൊരു ലേക്കിൽ പോകാൻ വേണ്ടി വന്നേക്കുവാണ്. ഓൾഡൻബർഗിനടുത്ത് ബാഡ് സിഷൻ എന്ന് പറഞ്ഞൊരു സിറ്റിയിൽ ഉള്ള ഒരു ലേക്കിലാണ് നമ്മൾ വന്നേക്കുന്നത്. ഈ ലേക്കിൻ്റെ പേര് വേർഡ്സി എന്നാണ് കേട്ടോ. സോ വെള്ളം അധികം തണുപ്പില്ല, നമുക്ക് ഇറങ്ങാൻ പറ്റുന്നതാണ് ആൻഡ് സേഫ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഒരുപാട് ഫോറിനേഴ്സ് ഇവിടെ ഉണ്ട്, സൺബാത്തൊക്കെ ചെയ്യാൻ വേണ്ടി വന്നേക്കാണ്. നമ്മുടെ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഇവിടെ വന്നിട്ടുണ്ട്. കുറേ പേര് നീന്തൽ പഠിക്കുന്നു, കുറേ പേര് നീന്തുന്നു. അങ്ങനെ ഞങ്ങളിവിടെ എൻജോയ് ചെയ്യാൻ വന്നേക്കുവാണ്. ആ കാഴ്ചകളാണ് കേട്ടോ. ഓൾഡൻബർഗിൽ നിന്ന് ഒരു 1 hour യാത്രയുണ്ട് ഇങ്ങോട്ടേക്ക്. ഹാഫ് വേ മാത്രമേ നമുക്ക് ബസ് അവൈലബിൾ ആയിട്ടുള്ളൂ. സോ ബസ് ഇറങ്ങിയതിന് ശേഷം നമ്മളൊരു 2.6 കിലോമീറ്റർ, അതായത് ഒരു 30-35 മിനിറ്റ്സ് നമ്മൾ ഇങ്ങോട്ടേക്ക് നടക്കാനുണ്ട്. പക്ഷേ നമ്മൾ നടന്നു വരുന്ന വഴിയൊക്കെ നല്ല ഭംഗിയായതുകൊണ്ട് വർത്തനൊക്കെ പറഞ്ഞു വന്ന് നമ്മൾ വേഗം ഇവിടെ എത്തും. ഇവിടെ വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. കാരണം നാട്ടിലെ പോലെ അല്ല, ടെമ്പറേച്ചർ വേരിയേഷൻസ് ഉള്ളതുകൊണ്ട് വെള്ളം ഭയങ്കര കോൾഡ് ആയതുകൊണ്ട് നമുക്ക് സ്വിം ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. സോ ഞാനിന്ന് കുറച്ച് ഫോറിനേഴ്സിനെ കൊണ്ടാണ് ഈ ലേക്ക് കാണിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. കുറച്ച് ഫോറിനേഴ്സ് ഈ വഴി നീന്തി തുടിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. കഴിഞ്ഞ എന്ത് പറ്റി? അടുത്ത വരണമെന്ന് ആഗ്രഹമുള്ളവരെല്ലാവരും ഋതി ചേച്ചിയുടെ അക്കൗണ്ട് ഫോളോ ആക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഫോളോന്നുള്ള നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയ ചേച്ചിയുടെ ഡിറക്ഷൻസ് ലൊക്കേഷൻസ് ഒക്കെ ചോദിക്കാം. സമ്മറിൽ എപ്പോഴും നമ്മൾ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു നമുക്ക് കുളത്തിൽ കുളിക്കാൻ ആഗ്രഹമുണ്ട്. ആ ആഗ്രഹമാണ് ചേച്ചി ലൈക്കിലൂടെ നമുക്ക് നടത്തി തന്നത്. താങ്ക്സ് ടു ഋതി ചേച്ചി. നമ്മൾ ഭയങ്കര സാറ്റിസ്ഫൈഡ്. ഞാൻ അവിടം വരെ നീന്തി, ആ ബോർഡറിന്റെ അവിടം വരെ ശ്രമിച്ചു, പക്ഷെ പറ്റിയിട്ടുണ്ടായില്ല. ലാസ്റ്റ് ചേച്ചി വീട്ടിൽ പോകാനായിട്ട് ടൈമായിരുന്നു വന്നപ്പോ നീന്തിട്ട് വന്ന് കഴിച്ചു. വരണം, ഇവിടെ എന്തായാലും അടിപൊളിയാണ്. ഒത്തിരി ആഴൊന്നുമില്ല, നീന്താൻ അറിയുന്നവർക്കും അറിയാത്തവർക്കും വന്ന് നീന്താൻ പറ്റുന്ന. പക്ഷെ അറിയുന്നവര് എപ്പോഴും ഒരാൾ കൂടി ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ വെറുതെ വെള്ളം നനയ്ക്കാനാണെങ്കിൽ വീട്ടിൽ നിന്ന് നനച്ചാൽ മതി. ലേക്കിനോട് ചേർന്ന് തന്നെ ടോയ്ലറ്റ് ആൻഡ് ഡ്രസ് ചേഞ്ചിങ് ഫെസിലിറ്റീസ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ ഞങ്ങളിവിടെ നിന്നപ്പോൾ കുറേ സ്ക്യൂബ ഡൈവേഴ്സ് ട്രെയിനിങ് ആയിട്ട് വരുന്നത് കണ്ടു. അതുപോലെ കുറേ ആളുകൾ കയാക്കിങ്ങിന് വരുന്നത് കണ്ടു, സ്വിം ട്രെയിനിങ്ങിന് വരുന്നത് കണ്ടു. എനിവേ ഇത് ഭയങ്കര നൈസായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ വേർഡ്സിലേക്ക് നടന്നു പോകുന്നേരം എല്ലാ മരങ്ങളും ഇങ്ങനെ കൂടി കൂട്ടിയിരിക്കുന്നുണ്ട്. ഇതുണ്ട്, സമ്മർ ആകുമ്പോൾ ഇവിടെ വന്ന് കിളികൾക്ക് കൂടി കൂട്ടാൻ വേണ്ടി ഇവർ ഒരുക്കി പറഞ്ഞിരിക്കുന്നതാണ്. സോ ഇതിനകത്ത് കിളികൾക്ക് കൂടി കൂട്ടാൻ കൊണ്ട് വെള്ളം അവർക്ക് അവിടെ നിന്ന് കുടിക്കാം. സോ ഇവർ എല്ലാവരെയും ഒരേപോലെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു നേച്ചറാണ് കേട്ടോ ഇവിടുത്തെ ആളുകൾക്ക്. ശരിക്കും ഇതൊരു അടിപൊളി പിക്നിക് സ്പോട്ട് കൂടിയാണ്. സോ ഇവിടെ അടുത്തുള്ളവരൊക്കെ ഇത് മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. റോഡല്ല, എങ്ങനെയുണ്ടായിരുന്നു ലേക്ക് എക്സ്പീരിയൻസ്? ഒരു മിനി കേരള ആണോ ഇപ്പൊ ജർമ്മനി? അത്രക്കായിട്ടില്ല അല്ലേ? മിനി കേരളം എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ കർണാടകയുടെ ഫോറസ്റ്റ് സൈഡൊക്കെ പോലെ. അപ്പം നമ്മളിനി അടുത്ത പുതിയ സ്പോട്ട് അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. ബൈ.